എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി ഒയാസിസിന് ഇളവ് നൽകേണ്ടെന്ന കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത്. ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു അപേക്ഷ. 4 ഏക്കർ സ്ഥലത്തിനായിരുന്നു ഇളവ് ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. പ്രസാദ്, ഇപ്പോൾ കൃഷി വകുപ്പും ഈ ഇളവ് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം എം പി രാജേഷ് പ്രതികരിച്ചത് സംഘടനകൾക്കുള്ളിൽ, പാർട്ടികൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ CPI ഭരിക്കുന്ന വകുപ്പുകളൊക്കെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതല്ലേ? ഗൗതം, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് RDO നേരത്തെ ഒയാസിസ് നൽകിയിട്ടുള്ള ഈ ഡാറ്റാ ബാങ്കിൽ നിന്നും ഇളവ് നൽകണമെന്ന അപേക്ഷ നിരസിച്ചത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൃഷി വകുപ്പ് അതിനെ അനുകൂലിച്ചില്ല എന്നുള്ളതാണ്. കൃഷി വകുപ്പ് നടത്തിയ പരിശോധനയിൽ അവിടെ 2008 ഒയാസിസിന് ഇളവ് ആവശ്യമുള്ളത് 4 ഏക്കർ ഭൂമിയിൽ ആണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമുണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ഇളവ് നൽകണമെന്നായിരുന്നു അപേക്ഷ നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ കൃഷി വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് 2008 നേരത്തെ RDO കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നുണ്ടായിരുന്നു. 2008 അവിടെ കൃഷി ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ആ ഭൂമി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നതിന് തെളിവില്ല എന്നതും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RDO ഒയാസിസിന്റെ അപേക്ഷ നിരസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ, കൃഷി വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രസാദ്, അതായത് ഈ നേരത്തെ RDO ഇത് തടയുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതാണ്. അപ്പോൾ വകുപ്പ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഗൗതം, നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു ഭൂമിയെ ഒരു കൃഷി ഓഫീസർക്ക് അതിന് തിരുത്തൽ നടത്തൽ കഴിയില്ല, സാധ്യമല്ല. അവിടുത്തെ നിലവിലുള്ള സ്ഥിതി വിവരിക്കുകയും അതിൽ ഏതെങ്കിലും തരത്തിൽ ഇളവ് കൊടുക്കണമെങ്കിൽ അത് വർഷങ്ങളായി ഒരു തരത്തിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ കൃഷി നടക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന ഭൂമിയും 2008 അവിടെ കൃഷി ചെയ്തിരുന്നു. 2008 ശേഷവും കൃഷി ചെയ്തിരുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. പിന്നീടാണ് അവിടെ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ്, അതിന്റെ റിപ്പോർട്ടാണ് കൃഷി ഓഫീസർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ഉന്നയിച്ച വിയോജിപ്പും ഈ റിപ്പോർട്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ കൃഷി ഓഫീസർ ആ സ്ഥലത്ത് പരിശോധന നടത്തുകയും അവിടെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് എന്നും അതിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താൻ എന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടതില്ല എന്നുമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RDO ഈ ഒയാസിസിന്റെ അപേക്ഷ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, വ്യക്തമാണ്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.